എല്ലാവരെയും പോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലമാണ്. ബാല്യകാലം, അതുപോലെ തന്നെ സ്കൂൾ ജീവിതം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മുതിർന്നു വരുമ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റികളും ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്ന സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ചെറുപ്പത്തിൽ നമ്മൾ സുഖമായിട്ട് ജീവിച്ചു എന്നല്ല. കാരണം ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ കാലഘട്ടം അങ്ങനെ തന്നെയായിരുന്നു. സാമ്പത്തികപരമായിട്ടും സാമുദായികപരമായിട്ടും എല്ലാവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള കാലഘട്ടമാണ് ചെറുപ്പത്തിൽ. കാരണം നമ്മൾ ഇന്നത്തെ പോലെ നമുക്ക് ഒത്തിരി ലാവിഷായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ജീവിക്കാനും നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ സാമ്പത്തികമാണെങ്കിലൊക്കെ ഞെരുക്കമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെയൊക്കെ കാലത്ത് അന്ന് അണയാണ്, പൈസയ്ക്കയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞ അണയാണ്. അപ്പോൾ 4 അണയോ 5 അണയോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. എന്തൊക്കെ വല്ല സാധനങ്ങളൊക്കെ കൃഷി ചെയ്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേല ചെയ്താണെങ്കിലൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാം, അത്യാവശ്യം പൈസ ഉണ്ടാക്കാം. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു സാധനം മേടിക്കാൻ നമുക്ക് കടയിൽ പോയാൽ കിട്ടില്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം 4 അണ അല്ലെങ്കിൽ 5 അണ 8 അണയൊക്കെ കയ്യിലുണ്ടെങ്കിലും കടയിൽ പോയി സാധനം മേടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം സാധനം കിട്ടൂല. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമാണ് എൻ്റെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലഘട്ടം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വന്നു എൻ്റെ ഫാദറിൻ്റെയൊക്കെ കാലത്തായപ്പോൾ. പക്ഷെ എന്നാലും അവരൊത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പലർക്കും അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവില്ല. നമുക്ക് വൈദ്യുതി ഒന്നും ഇല്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് വീടുകളിലൊന്നും വൈദ്യുതി കണക്ഷൻ ഉണ്ടാവില്ല. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ കൂടെ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ പിള്ളേർ ഫുൾ ടൈം പഠിക്കണം, അല്ലെങ്കിൽ അവരെ വേറെ യാതൊരു റെസ്പോൺസിബിലിറ്റി വേണ്ട എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. അന്നൊക്കെ നമ്മൾ കുടുംബപരമായിട്ടുള്ള ജോലികളും ചെയ്യണം, ആട് വളർത്തൽ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മളെല്ലാവരും പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നതല്ല, മിസറബിളി തന്നെ എൻജോയ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടതകളും സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മൾ അന്നത്തെ ആ സന്ദർഭങ്ങളിലും പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ഭാഷ പറയുന്നത് അതായത് എൻജോയ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യും. കാരണം ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്നത്തെ നമുക്ക് അത്രത്തോളം ആ ബുദ്ധിമുട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ മനോഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അന്ന് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ള തലമുറയിലുള്ള ഇപ്പോൾ സീനിയർ സിറ്റിസനായിട്ടുള്ള ആൾക്കാർക്ക് അവർ ഒത്തിരി അഡ്വേഴ്സിറ്റീസിനെ തരണം ചെയ്താൽ വന്നിരിക്കുന്നു. ഒത്തിരി പ്രതികൂലതകൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് വന്നിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അന്നത്തെ കാര്യം ഓർക്കുമ്പോൾ കൂടുതൽ സന്തോഷം വരും. കാരണം അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നല്ലോ, സാമ്പത്തികപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിൽ വന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് സ്കൂൾ കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ചില സാറുമാരെയൊക്കെ തല്ലൽ വിദഗ്ധന്മാരായിട്ട് നമുക്ക് പറയേണ്ടി വരും. അവർ ശിക്ഷിക്കുന്നതിന് ഒരു മടിയില്ല. തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ ചുവന്ന് പൊട്ടണ രീതിയിലടിക്കും. പിച്ചുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയൊക്കെ ചോര വരും ചിലപ്പോൾ, അത്രത്തോളം പിച്ചും. പക്ഷെ ആരും വീട്ടിൽ നിന്ന് ആരും ചോദിക്കാൻ ചെല്ലില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ അന്നത്തെ ഇച്ചിരി പ്രമാണിമാരാരെങ്കിലും ചെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ കുട്ടീനെ അവർ മൈൻഡ് ചെയ്യാൻ പോലില്ല. അപ്പോൾ അത്രയ്ക്കും അവരുടെ ഒരു ഹെയാർച്ചയുള്ള കാലഘട്ടമാണെന്ന്. കാരണം ടീച്ചേഴ്സിനെ അത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. അവർ എന്ത് പറഞ്ഞാലും കേൾക്കും. ചിലരൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ അവരോട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകുക എന്ന് പറയും. നമ്മൾ തൊലി ഉരിഞ്ഞു പോകുക. ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അന്നൊക്കെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ നമുക്ക് തോന്നും. പക്ഷേ ഇവർ നമുക്ക് ആ ഗുരു എന്നുള്ള സ്ഥാനം അന്നും ഇന്നും ഉണ്ട്. ഇപ്പോൾ ഉള്ള ആ ഗുരുവിൻ്റെ സ്ഥാനം അന്ന് നമ്മൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ പറയും. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒത്തിരി കളിക്കുകയൊന്നും ചെയ്യരുത്. പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കളിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത്. അപ്പം പന്ത് കളിക്കാൻ പോകും. അതുപോലെ രാശി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാശിക ഗോളി കളിയുണ്ട്. അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്
ഒളിച്ചുകളിയാണ്. ഹൈഡ് ആൻഡ് സീക്ക്, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുകളിയാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. അന്ന് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരാൾ ഒളിച്ചിരുന്ന അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നല്ല എഫർട്ട് ചെലുത്തിയാലേ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്കും സ്ഥലങ്ങളിലെ പ്രദേശത്തുള്ള ഒരു വലിയ വലിയ മലകളിലേക്ക് പോയി ആയിരിക്കും കളിക്കുന്നത്. വീടുകൾ മാത്രമായിരിക്കില്ല, വീട്ടിൽ കളിക്കൽ, ഉള്ളിൽ കളിക്കലൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ആ രസകരമായ ഒരു അവസ്ഥയിൽ വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കണ സമയത്ത് പഠിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഹോംവർക്കൊക്കെ ഉണ്ടാവും. എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് തല്ലൂല്ലോ എന്ന് ഓർത്തിട്ടാണ് പിള്ളേർ മിക്കവാറും ഹോംവർക്കൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതും. അവർ ആ തല്ലൽ ഭീഷണി ഇല്ലെങ്കിൽ ഇത്രത്തോളം പഠിക്കുന്നത് എനിക്ക് തോന്നണില്ല. പക്ഷെ എനിക്കതൊക്കെ എത്രയാണെങ്കിലും സ്കൂളിൽ പോകാതിരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം സ്കൂളിൽ എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും പോകണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും നിങ്ങൾ സിനിമയൊന്നും കാണരുത്. അന്നത്തെ ഏറ്റവും വലിയ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പം ഇപ്പം എൻ്റെ ജന്മദേശമായ മുളന്തുരുത്തിയിൽ അന്നത്തെ കാലത്ത് 2 തിയേറ്ററുണ്ട്. അപ്പം മുളന്തുരുത്തിയിൽ ആ സമീപ പ്രദേശത്തൊന്നും തിയേറ്ററില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ നടന്നൊക്കെ വന്നിട്ടാണ് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത്. അപ്പം ഒരു ടൈം പാസ് എന്ന് പറയുന്നത് വല്ല സിനിമയോ സർക്കസോ അല്ലെങ്കിൽ സൈക്കിൾ സവാരി, യജ്ഞം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അന്നത്തെ കാലത്ത് എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ ചേട്ടന്മാരും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും സിനിമ കാണാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട്. എൻ്റെ ഫാദർ അതിനകത്ത് വളരെ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ ആ സമയത്ത് പൈസ തന്നിട്ട് സിനിമയ്ക്ക് പൊക്കോളാൻ പറയുന്ന ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു ഫാദർ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും അതിശയമായിട്ടാണ് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഫാദർ പൈസ, ഒരു നല്ല സിനിമ വരുവാണെങ്കിൽ ഇന്നത്തെ സിനിമ നല്ലതാണ്, നിങ്ങൾ എല്ലാവരോടും പോയി കണ്ടോളാൻ പറഞ്ഞ് പൈസ ഇങ്ങോട്ട് തരും, ചോദിക്കണ്ട, ഇങ്ങോട്ട് നമുക്ക് തന്നിട്ട് സിനിമ കാണാനായിട്ട് അനുവദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സിനിമയൊക്കെ കാണും. പക്ഷേ അന്ന് ഒരു രീതിയിലുള്ള അന്നത്തെ കാലത്തെ ഒരു സമയം എന്ന് പറയുന്നത് സിനിമ കാണുന്നത് ചീത്തയാണെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് അന്നും ആ സിനിമ കാണുന്നത് ചീത്തയാണെന്ന് തോന്നിയിട്ടില്ല. കാരണം അതിനകത്ത് ഏത് സിനിമയിലും നല്ല വശങ്ങളുണ്ട്. അപ്പോൾ ആ നല്ല വശങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് ആ നല്ലത് അബ്സോർവ് ചെയ്യുക, ചീത്തത് നമ്മൾ നോക്കണ്ട എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, ഒരു പുതിയ ക്ലാസ് ടീച്ചർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ്സിലാണ്, ഒരു പുതിയ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഗുണപാഠങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് അതാ ദിവസം പഠിക്കണം, സിനിമ കണ്ടെന്ന് സമയം കളയരുത്, സിനിമ കാണുന്ന കുട്ടികളൊന്നും പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ മറ്റുള്ളവർക്ക് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർക്ക് പെട്ടെന്നൊരു തോന്നൽ ഇതെന്തായിട്ട് ചിരിക്കണേ. അപ്പോൾ ടീച്ചർ ചോദിച്ചു നിങ്ങൾ എന്തി ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ജോസഫാണ്, ഞാനാണ് എന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം അത്യാവശ്യം പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ജോസഫാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നതും ജോസഫാന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറിൻ്റെ ഭയങ്കര അതിശയേ. അപ്പോൾ എന്നോട് ഇത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ടീച്ചറെ എല്ലാ സിനിമ അങ്ങനെ ഒത്തിരി ഒന്നും കാണില്ല. അപ്പോൾ ഓരോരുത്തർ കമൻറ്റ് പറയും, ഞങ്ങളുടെ ഇവിടെ 2 തിയേറ്ററേ ഉള്ളൂ, ആ തിയേറ്ററിൽ ഏത് സിനിമയൊക്കെ മാറുന്നോ അതനുസരിച്ച് കാണും. അപ്പോൾ ഒരു സിനിമ അന്ന് 25 ദിവസം ഓടുന്ന സിനിമകളുണ്ട്, അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കളിപ്പിക്കായിരുന്നു. അപ്പം ആ ടീച്ചറിൻ്റെ അതൊരു അതിശയായി. ടീച്ചർ പറയും, ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ സിനിമയെ കണ്ട് വളരെ പഠിക്കുന്ന കുട്ടികൾ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇത് സിനിമ കാണുന്നതും പഠിത്തമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ കണ്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിന് ഒരു രസമായൊരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കാലഘട്ടങ്ങൾ പോയി കഴിയുമ്പോൾ പിന്നെ കൂട്ടുകാരായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ കളിക്കാനുള്ള പീരീഡ് അന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസിനായിട്ടുള്ള ഇപ്പം നമുക്ക് ആഴ്ചയിൽ 2 ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അല്ലെങ്കിൽ ഓട്ടം, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ അതിനുള്ള ഇതൊക്കെ അങ്ങനെ ചെയ്യാനുള്ള രീതികളൊക്കെ അന്നൊക്കെ ക്രമീകരണം ഉള്ളതുകൊണ്ട് അന്നത്തെ കൂട്ടുകാരുടെ അറ്റാച്ച്മെൻറ്റ് നമ്മൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടായ്മ വന്നപ്പോൾ, SLC ബാച്ച് കൂട്ടായ്മ വന്നപ്പോൾ അത് ഞങ്ങൾക്ക് പഴയ കാലങ്ങൾക്ക് അയവിറക്കാനായിട്ട് വല്ല സന്ദർഭം ഉണ്ടായി. എല്ലാവരും ഇപ്പോഴും ഒരു കണക്ഷനിലേക്ക് തിരിച്ചു വന്ന ഒരു എൻജോയ്മെൻറ്റ് ഞങ്ങൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം മുളന്തുരുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പം മുതലേ തോന്നിയിട്ടുള്ളത് എല്ലാ ദിവസവുമുള്ള മാർക്കറ്റാണ്. അവിടെ എല്ലാ ദിവസവും ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2 മണി മുതൽ 6:30 വരെ ആയിരിക്കും. അപ്പോൾ സമീപ പ്രദേശത്തുള്ള സകല ആളുകളും
ഓരോ കച്ചവട കാര്യങ്ങൾക്കായിട്ട് അവിടെ കടന്നു വരും. അവർക്ക് സമീപപ്രദേശത്ത് നിന്ന് ഇതുപോലെയുള്ള ഒരു ഡെയിലി മാർക്കറ്റ് ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആ മാർക്കറ്റിൽ വരും. ആ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ത് വേണമെങ്കിലും അവിടെ ലഭിക്കും, എല്ലാം അവിടെ വരും. അപ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷപ്രദവും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമായിട്ട് തോന്നുന്നതുകൊണ്ട് പരസ്പരം കാണാനും അവരുടെ സൗഹൃദം പങ്കുവെക്കാനൊക്കെ വരും. അവിടെ സ്ത്രീകൾക്ക് എന്നുള്ളതല്ല, ആബാലവൃദ്ധ ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ്. അപ്പോൾ അതാണ് മുളന്തുരുത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. രണ്ടാമത് പറയാനുള്ളത്, മുളന്തുരുത്തിയിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ഒരു പുരാതന പള്ളിയാണ്. മാർത്തോമാ ശ്ലീഹയുടെ നാമത്തിലാണ് ആ പള്ളി. ആ പള്ളിയിൽ 4500 ഇടവകക്കാരുണ്ട്. അവിടെ ഒരു എല്ലാ കാലങ്ങൾക്കും ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പള്ളിത്താഴം എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. പള്ളിയുടെ ഒരു കുരിശ് നിൽക്കുന്ന സ്ഥലത്ത് കരോട്ടക്കുരിശ് എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. അങ്ങനെ ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ഥലം തന്നെ മുളന്തുരുത്തിയിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്നത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന വർഷം തോറുമുള്ള പെരുന്നാളാണ്. അപ്പോൾ അത് എല്ലാ വർഷവും ഡിസംബർ 18, 19, 20, 21 എന്നീ 4 ദിവസങ്ങളിലാണ് ആ പെരുന്നാൾ ആഘോഷിക്കുന്നത്. തോമാസ് ലീയുടെ ചരമസ്മരണ പെരുന്നാളാണ്. അപ്പോൾ പ്രദക്ഷിണം ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ 4 ദിവസവും ഈ മുളന്തുരുത്തി പ്രദേശത്ത്, അതായത് എവിടെയെല്ലാം വീട്ടുകാരുണ്ടോ, വീട്ടുകാർ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ആളുകൾ, ഇടവക്കാർ താമസിക്കുന്നത്. അപ്പോൾ അത്രത്തോളം സ്ഥലം ഈ 4 ദിവസം കൊണ്ട് പ്രദക്ഷിണം കവർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രദക്ഷിണം ഉള്ള പള്ളി മുളന്തുരുത്തി പള്ളിയാണെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പുരാതനമായ ആ പള്ളിയിൽ അന്ന് മുതലേ ജനസാന്ദ്രമാണ്. നമുക്കറിയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഈ വെടിക്കെട്ട്, നമ്മുടെ കരിമരുന്ന് പ്രയോഗം ഒന്നും ഇപ്പോൾ കുറച്ച് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ അന്നത്തെ ആ സമയത്ത് ഈ 20-ാം തീയതിയാണ് പ്രധാന പ്രദക്ഷിണം വരുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി ജനങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ കടന്നു വരും. ഒരുവിധം നമ്മുടെ പള്ളി ഓരോ ഇടവകയിൽ നിന്ന് മറ്റുള്ള ഇടവകളിലേക്ക് കല്യാണം കഴിച്ച് വിട്ടവരും മക്കളും എല്ലാ പേരക്കിടാങ്ങളും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ 4 ദിവസത്തെ പെരുന്നാൾ. അപ്പോൾ ആ പെരുന്നാളിൽ അവർ വരുമ്പോൾ അത്രത്തോളം ജനങ്ങൾ അവിടെ ഒരു ജനസമുദ്രമായിരിക്കും. അവിടെ നമുക്ക് റോഡിലൂടെയൊക്കെ മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ജനങ്ങളായിരിക്കും. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരിമരുന്ന് പ്രയോഗം കരോട്ടക്കുരിശ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ആ സമീപ പ്രദേശത്തുള്ള എല്ലാവരും വരുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കരമായ ഒരു ആഘോഷമായിരുന്നു ആൾക്കാർക്ക് അത് കാണുക. അപ്പോൾ അതിനകത്ത് ഒരു പള്ളി ക്രിസ്ത്യാനിയുടെ ആണെന്ന് പറയുമെങ്കിലും മുളന്തുരുത്തി പള്ളിയിലെ ആ പെരുന്നാൾ എന്ന് പറയുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും വളരെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പെരുന്നാളാണ്. കാരണം എല്ലാവരുടെയും ഒരു പെരുന്നാളാണ് അത്. അതിനോടനുബന്ധിച്ച് അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഒരു ഫണ്ട് രൂപീകരിക്കും. ജൂബിലി ഫണ്ട് എന്നാണ് ആ പെരുന്നാളിൻ്റെ പേര്, ജൂബിലി പെരുന്നാൾ എന്നാണ്. അപ്പോൾ ജൂബിലി ഫണ്ട് എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലും ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കി ഫണ്ട് ഉണ്ടാക്കുകയും ആ ഫണ്ടിൽ നിന്ന് പണം സ്വരൂപിച്ച് ആളുകൾക്ക് കുറി പോലെ ചേരും. ആളുകൾ അതിനകത്ത് പൈസ കൊടുക്കും. അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ആയിരിക്കും ഇതിൻ്റെ പ്രധാന ഫണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ പെരുന്നാളിൻ്റെ ആഘോഷ പരിപാടികൾക്ക്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ഇല്ലുമിനേഷൻ, ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇല്ലുമിനേഷൻ അന്നത്തെ കാലത്തുണ്ട്. ആ പ്രദേശങ്ങൾ മുഴുവനും നല്ല ലൈറ്റ് ആയിരിക്കും. അതുപോലെ അനേക കലാപരിപാടികൾ. ഞാനൊക്കെ ശരിക്കും ഈ പ്രൊഫഷണലായിട്ടുള്ള നാടകങ്ങൾ കണ്ടിട്ടുള്ളത് ഈ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ്. അത് പഴയ ആലപ്പി തിയേറ്റേഴ്സ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ നാടകവേദിയാണ്. ആ ആലപ്പി തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകമെങ്കിലും എല്ലാ കൊല്ലം അവിടെ ഉണ്ടാവും. അതായത് കോവാദീസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി നാടകങ്ങളുണ്ട്. അങ്ങനെ പഴയ കാലങ്ങൾ, അതായത് അന്നത്തെ കാലത്ത് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പ്രൊഫഷണൽ നാടകം കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഈ പെരുന്നാളിനനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലാണ്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഉള്ളത് കഥാപ്രസംഗമാണ്. ഇപ്പം നമുക്കറിയാം കഥാപ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ആളെന്നറിയപ്പെടുന്നത് വി ശാംബശിവനാണ്. അപ്പോൾ ഈ ശാംബശിവൻ എന്ന് പറയുന്ന ആളുടെ കഥാപ്രസംഗം ഈ പെരുന്നാളുള്ള 4 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അയാളുടെ കഥാപ്രസംഗം ഉണ്ടാകും. അത് പള്ളിയോടനുബന്ധിച്ചായിരിക്കില്ല, പക്ഷെ അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള ഈ ജൂബിലി ഫണ്ടുകളും അങ്ങനെ ഓരോ പള്ളിയുടെ പല സ്ഥലങ്ങളിലും കുരിശുപള്ളി ഉണ്ടാകുമ്പോൾ കുരിശുപള്ളിയോടനുബന്ധിച്ച് അങ്ങനെ ഓരോരോ റിക്രിയേഷനായിട്ടുള്ള പരിപാടികളനുബന്ധിച്ചായിരിക്കും നടക്കുന്നത്. ഓരോ രീതിയിലുള്ള കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് അനേക ആൾക്കാർ വരികയും ഒരു ജനസമുദ്രമാണ് മുളന്തുരുത്തിയിൽ. അതാണ് എൻ്റെ ബാല്യകാലത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പകാലം മുതൽ എനിക്ക് പള്ളിയുടെ പെരുന്നാളിനോടുള്ള അന്നത്തെ ആഘോഷകാര്യങ്ങളോടുള്ള ആ താല്പര്യം
ഇന്നും ഈ പ്രായത്തിലും എനിക്കത് വിട്ടുപോയിട്ടില്ല. കാരണം ഞാൻ എവിടെ ഉണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ടും പഠിത്ത സംബന്ധമായിട്ടൊക്കെ ഒത്തിരി ദൂരപ്രദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ വന്നിരിക്കും. അതാണ് എൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ഇത്. നോക്കുകയാണെങ്കിൽ വളരെ ഇപ്പം എൻ്റെ അനുഭവം നോക്കുകയാണെങ്കിൽ നിസ്സാര 1-2 വർഷമായിരിക്കും ഒരുപക്ഷെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഈ പെരുന്നാൾ. എല്ലാ പെരുന്നാളിലും വരാനുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു അന്നത്തെ ഇന്നിപ്പം പല കാര്യങ്ങളും നമുക്ക് പല തുറകളിലൂടെ കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രത്തോളം പ്രാധാന്യം ഇപ്പോഴത്തെ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും ആ പള്ളിയിൽ നമ്മളുടെ ജനസാന്ദ്രമായിട്ടുള്ള ആ അറ്റ്മോസ്ഫിയർ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇത്രത്തോളം ദൂരം പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ അതിനകത്ത് കുരിശെടുക്കുന്ന ഒരു കാര്യമുണ്ട്. കുരിശ്, കുട, അതുപോലെ കൊടി, തോരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ കുരിശെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് നല്ല വെയിറ്റാണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു കുരിശിലേക്ക് ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അധികം ദൂരം കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും വെയിറ്റ് ഉണ്ട്. പക്ഷെ അപ്പോൾ ആ കുരിശ് അന്നത്തെ കാലത്ത് ഈ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടാണ്, പള്ളിയിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ആ കുരിശ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ കുരിശ് എടുക്കാനായിട്ടുള്ള പൈസയുടെ സംബന്ധമായിട്ട് ഒരു പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായി. ആളുകൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ പള്ളിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒത്തിരി കാശുള്ള സന്ദർഭമല്ല. അന്ന് പള്ളികൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇന്നത്തെ കാലത്തെ പോലെ ലാവിഷായിടുന്ന ആൾക്കാർക്ക് പള്ളിയെ സഹായിക്കാനൊന്നും പറ്റില്ല. കാരണം ആളുകൾക്ക് പൈസ തന്നെ കയ്യിൽ കുറവുള്ള കാലഘട്ടമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു കൂട്ടം അന്നത്തെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞാനന്ന് ചെറിയ ആളാണ്. അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 25-30 വയസ്സിനിടയ്ക്കുള്ള കുറേ യുവാക്കളെ രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത്തവണത്തെ പെരുന്നാളിൻ്റെ കുരിശ് ഞങ്ങളെല്ലാവരും കൂടെ എടുക്കും. അതുകൊണ്ട് അത് കൂലി രീതിയിലല്ല, അവർ മുൻകൈ എടുത്തെടുത്ത് പള്ളിയെ സഹായിക്കണം, ഒരു പ്രാർത്ഥന ഭാഗമായിട്ട് എടുക്കുകയും അന്ന് മുതൽ ആ കുരിശെടുക്കുന്നത് ഈ ആരെയും കൂലിക്കൊന്നുമല്ല, എല്ലാവരും സ്വമേധയാ വന്നെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കുരിശെടുക്കാൻ വേണ്ടി ഒരു 3-4 പേര് ബൈസ്റ്റാൻഡായിട്ടുണ്ടാവും. അപ്പം ഒരാൾ വിഷമിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ എടുക്കും. അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് ഒരു 100-ൽ മേലെ കുരിശുണ്ട്. 101 കുരിശ് എങ്കിലും ഇപ്പം ആ പെരുന്നാളിന് ഓരോ വർഷവും ഉണ്ടാവും. അത് ഓരോ വർഷം ഇങ്ങനെ ആളുകൾ പള്ളിക്ക് കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന കുരിശിൻ്റെ എണ്ണ അനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം 101 ഇപ്പം ചിലപ്പോൾ ഈ വർഷം 151 ആവാം, അല്ലെങ്കിൽ 125 ആവാം. അങ്ങനെ ഓരോ വർഷം കൂടി വരും. അപ്പോൾ ഇതെല്ലാം എടുക്കാനായിട്ട് ഓരോ കുരിശിൻ്റെ ചുവട്ടിലായിട്ട് ഒരു 3-4 പേര് സ്റ്റാൻഡ് ബൈ ആയിട്ട് അങ്ങനെ തന്നെ ഒരു ശൃംഖല അവിടെ ഉണ്ട് ആളുകളുടെ. അപ്പോൾ അത്രത്തോളം അതുകൊണ്ട് ആ ഒരു ഇത് ആ മുളന്തുരുത്തി പ്രദേശത്തിൻ്റെ ഭയങ്കരമായ ഒരു ആഘോഷമായി ഇന്നും അത് നിലനിൽക്കുന്നു. പക്ഷെ ഇപ്പോൾ കലാപരിപാടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നാടകം, ഗാനമേള, അങ്ങനെയുള്ള പരിപാടികൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെയുള്ള ആളുകൾക്ക് ഇപ്പം താല്പര്യമില്ലാത്തതുകൊണ്ടാവാം അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വളരെ ചെറുത രീതിയിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, പഴയകാലം മുതൽ തന്നെ മുളന്തുരുത്തിയിലെ ഒരു പ്രത്യേകത, ലോവർ പ്രൈമറി സ്കൂളുമുണ്ട്, ഹയർ സ്കൂളുമുണ്ട്, ഹൈസ്കൂളുമുണ്ട്. ലോവർ പ്രൈമറി ഉണ്ട്, ഹൈസ്കൂളും ഉണ്ട്. അപ്പം ഹൈസ്കൂളുള്ള സമീപദേശത്തിലെ ഏക സ്ഥലം മുളന്തുരുത്തിയാണ്. അപ്പം മുളന്തുരുത്തിയിൽ പഠിക്കാത്ത എന്ന് വെച്ചാൽ അന്നത്തെ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ മുളന്തുരുത്തി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കാത്ത ഒരു കുട്ടി ആ പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് SLCക്ക് ഒരുമിച്ച് ഒരേ ബാച്ചിലുണ്ടായിരുന്ന, അതായത് അന്നത്തെ ഡിവിഷൻ ഒരു 5 ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ 5 ഡിവിഷനിലുള്ള കുട്ടികളെ എല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഈ അടുത്ത കാലത്ത് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അത് വളരെ അന്നത്തെ ആ പഴയ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് വരികയും എല്ലാവരോടും ഒരുമിച്ച് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. അന്നത്തെ കാലത്തെന്ന് പറയുന്നതിൽ നമുക്ക് പെൺകുട്ടികളായിട്ട് സംസാരിക്കില്ല, ആൺകുട്ടികൾ പെൺകുട്ടികളായിട്ട് സംസാരിക്കില്ല. അപ്പോൾ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ യാതൊരു സമ്പർക്കവും ഇല്ല, ഒരു ബുക്ക് പോലും ചോദിക്കില്ല. അപ്പോൾ യാതൊരു രീതിയിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പെൺകുട്ടികളായിട്ട് അന്നത്തെ കാലത്തില്ല. ആൺകുട്ടികൾ ആൺകുട്ടികളുടെ വഴിക്ക് പോകും, പെൺകുട്ടികൾ പെൺകുട്ടികളുടെ രീതിയിൽ അങ്ങനെ നിൽക്കും. പക്ഷേ ക്ലാസ് മിക്സഡാണ്. ഞങ്ങൾ പഠിച്ച സ്കൂള് പറയുകയാണെങ്കിൽ ക്ലാസ് മിക്സഡാണ്. അപ്പോൾ മിക്സഡ് ക്ലാസ് ആണെങ്കിൽ കൂടി ആരും പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സമ്പർക്കം കുറവാണ്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് എല്ലാവരോടും ഒരുമിച്ച് എല്ലാ ബാച്ചുകളും വന്നപ്പോൾ
എല്ലാവരും പ്രായമായ ആൾക്കാർ വന്നപ്പോൾ ഓരോരുത്തരും അത് പറയുമായിരുന്നു. അന്ന് നമ്മൾ ഒരുമിച്ച് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പരസ്പരം ഒരു നേരം പോക്ക് പറയുമായിരുന്നു. കാരണം ഞാനിപ്പം പലപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ സ്വന്തം വാഹനം ഇല്ലാത്ത സമയത്തും സ്വന്തം വാഹനം ഉണ്ടായിട്ടും ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബസ്സിൽ പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നടന്ന് ഒരു 10-15 മിനിറ്റൊക്കെ നടക്കാനുണ്ടെങ്കിലും നമ്മൾ നടന്നു തന്നെ പോകും. ആരും കൊണ്ടേക്കാനോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ പുസ്തകമൊക്കെ എടുത്ത് അങ്ങനെ സ്കൂളിനെ ലക്ഷ്യമാക്കി പോകും. പഠിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചിലപ്പം ഒത്തിരി ദൂരെയാണെങ്കിൽ നമ്മൾ ചോറ് കൊണ്ടുപോകും, അല്ലെങ്കിൽ വന്നിട്ട് തന്നെ കഴിക്കും, വീട്ടിൽ വന്നിട്ട് കഴിക്കും. അപ്പം SLC കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് ഈ എറണാകുളം ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആലുവ ഭാഗത്തേക്കൊക്കെ ആയിട്ട് വരേണ്ടി വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബസ്സിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയ സ്ഥിതിക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിലൊരു സീറ്റ് കിട്ടുക, അതിനകത്ത് ഇരിക്കുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരുത്തില്ല. ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ കാരണവന്മാരും ഇരുത്തൂല, കണ്ടക്ടറും ഇരുത്തൂല. പിള്ളേർ ഇരിക്കാൻ പാടില്ല. പിള്ളേര് അന്ന് കാലത്തും ST ആണ് കൊടുക്കുന്നത്. പക്ഷേ ST എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വളരെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ഈ കുട്ടികളെ ആർക്കും ഇഷ്ടമല്ല, കാരണവന്മാർക്കും ഇഷ്ടമല്ല. സ്കൂളിലെ പിള്ളേർ ബസ്സിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്കും ബുദ്ധിമുട്ടാണ്, കണ്ടക്ടർമാർക്ക് തീരെ, കാരണം അവർക്ക് വലിയ പൈസ കിട്ടൂല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പുറകിലെ ഒരു ഭാഗത്ത് പെൺകുട്ടികൾക്കാണെങ്കിൽ ഫ്രണ്ടിൽ സൈഡിലൊരു നിൽക്കാവുന്നൊരു സ്ഥലമുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ ബാക്കിൽ നിൽക്കാവുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കും. പിന്നെ നമ്മൾ ചില വണ്ടിക്കാർ ST ഒന്നും തരില്ല. ഈ വണ്ടിയിൽ ഈ സമയത്തൊന്നും ST തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ബലമായിട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഇറക്കി വിടും. ആ ഇറക്കി വിടുന്ന സമയത്ത് ഒരു കാരണവന്മാരും അവരെ ഇറക്കി വിടരുതെന്ന് പറയാനുണ്ടാവില്ല. ആരും അതിന് റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങൾ വളർന്നു വന്ന ആ സാഹചര്യമൊക്കെ മാറിയപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാന്യമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ അന്ന് ചെറുപ്പകാലത്തിൽ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഞങ്ങളുടെ മക്കൾക്ക് വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ തലമുറ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ ആ കുട്ടികൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു സീനിയർ സിറ്റിസണാണെങ്കിൽ മുതിർന്നവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ. പക്ഷെ ആ റിസർവ് ചെയ്ത ബസ്സിലേക്ക് നമ്മൾക്ക് ചെല്ലുമ്പോൾ നമ്മളൊന്നും ഇരുത്താനായിട്ട് ആരും തയ്യാറാവില്ല. കാരണം കുട്ടികളൊക്കെ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്, അതുപോലെ യുവാക്കളും എല്ലാവരും സ്ഥാനം പിടിച്ചിരിക്കുക. ആർക്കും അത് മുതിർന്ന ഒരാളാണല്ലോ സീറ്റ് കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ബസ്സിൽ കയറിയാൽ കഴിയുന്നതും ഇരിക്കില്ല. ഇപ്പോൾ ഇരിക്കാതെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇപ്പം പഴയ പോലെ തിരക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടുമ്പോൾ നമ്മൾ സ്വമേധ പോയി ഇരിക്കുന്നില്ലാതെ ഒരു നിർബന്ധമായിട്ട് നമ്മൾ സീറ്റ് മേടിക്കുന്ന ഒരു പ്രവണത ഇല്ല. അന്നൊന്നും സീറ്റിന് വേണ്ടി വിഷമിക്കാറുമില്ല. ഞാൻ ആ സിറ്റുവേഷൻ പറഞ്ഞതാണ്. കാരണം അതൊരു നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു മാറ്റത്തിൻ്റെ ഇതാണ്. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ യാതൊരു രീതിയിലും ഞങ്ങളോട് സ്ട്രിക്റ്റ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും, എന്നെ തല്ല് പോലും ചെയ്തിട്ടില്ല. ഞാനൊരു അപ്പച്ചൻ്റെ അടി ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ഞങ്ങൾ എന്താ വെച്ചാൽ അപ്പച്ചൻ്റെ സ്റ്റൈൽ ഓഫ് ഞങ്ങളെ വളർത്തുന്ന സ്റ്റൈൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കാര്യം എടുത്തിട്ട് അത് ശരിക്കും ഡയറക്റ്റ് പറയുന്നത് അമ്മച്ചിയോടായിരിക്കും, മദറിനോടായിരിക്കും പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു ബഹുവചനമായിട്ടേ പറയുള്ളൂ. നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതിനകത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള പറയുമ്പോഴത്തേക്ക്, പക്ഷെ ചെയ്ത ആൾ ഇപ്പം ഞാനാ ചെയ്തെങ്കിൽ എനിക്കത് ഓർമ്മ വരും. അപ്പച്ചൻ പറയുന്നത് ഇന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലായപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഒരു മെസ്സേജ് കിട്ടും. പക്ഷെ നമ്മളൊരു രീതിയിലും ഡയറക്റ്റായിട്ട് വഴക്ക് പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അത് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തും. എനിക്കത് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മാതാപിതാക്കളും മക്കളെ ഒത്തിരി അടിച്ച് വളർത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ചീത്ത സ്വഭാവമുള്ള ഒരാളാണെന്ന്
എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ചീത്ത മക്കളെല്ലാവരും അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിൽ പോയെന്നോ അങ്ങനെ ഒരു ചീത്ത രീതിയിൽ വന്നെന്നോ ഉള്ള ഒരു വസ്തുത ഈ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറായിട്ട് ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ കാണാൻ വേണ്ടി പൈസ ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങനെ അത്രത്തോളം ഒരു ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഫാദറിനെ ഇടയ്ക്കും അമ്മച്ചി പറയും ഇങ്ങനെ പിള്ളേരെ ചീത്തയാക്കണ്ട സിനിമ കാണിക്കാൻ പറഞ്ഞു. സിനിമ കണ്ടെന്ന് പറഞ്ഞ് പിള്ളേർ ചീത്തയാവില്ല. ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദിത്തം വന്നപ്പോൾ ഞാൻ സിനിമ കണ്ടിൽ നിർത്തി. അതുപോലെ എൻ്റെ മക്കൾ അതുപോലെ നിർത്തിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു എത്രയോ ശരിയാണ്. കാരണം പിന്നെ ഇപ്പം ഞാൻ പോലും ഒത്തിരി സിനിമ കണ്ട ആള് ഒരു പ്രായമായപ്പോൾ പിന്നെ തിയേറ്ററിൽ പോയി കാണുകളൊക്കെ വളരെ റെയറാണ്. നമുക്ക് നമ്മുടേതായ റെസ്പോൺസിബിൾ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് സന്തോഷപ്പോഴും ഉണ്ട്. പിന്നെ ഫാദറിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒത്തിരി സാമ്പത്തികപരമായിട്ട് ഉയർന്ന ഒരു ഫാമിലി അല്ല, ഒരു സാധാരണ ഒരു ഫാമിലി ആയിരുന്നു. ഒരു ചെറിയൊരു കച്ചവടക്കാരനാണ് എൻ്റെ ഫാദർ. അപ്പോൾ ചെറുപ്പത്തിൽ അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കിയതാണ്. പക്ഷേ എൻ്റെ ഫാദർ ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ഒരാളായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പൈസയുടെ കാര്യത്തിൽ വളരെ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്തു എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഇൻകം കൊണ്ട് നമുക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാം, വളർന്നു വരാം എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ ഫാദറാണ് തന്നത്. ആ ഒരു രീതിയിലും ചീത്തയായിട്ടുള്ള രീതിയിൽ പൈസ കളയാതെ എന്നാൽ അത്യാവശ്യം നമുക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ മുതൽ ഞാൻ ഏറ്റെടുത്ത എന്ന ഏറ്റവും വലിയ ഒരു ഡിസിഷൻ എനിക്ക് ഇപ്പോഴും പറയാവുന്നത് ഞാൻ മദ്യപിക്കില്ല എന്നുള്ള ഒരു ഡിസിഷനാണ്. മദ്യപിക്കില്ല, പുകവലിക്കില്ല എന്നുള്ള ഡിസിഷൻ. കാര്യം എൻ്റെ ഫാദർ കുറച്ചൊക്കെ മദ്യപിക്കുന്ന ആളാണ്, അത്യാവശ്യത്തിന് പുകവലിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ കാണുന്ന എല്ലാവരും ആണെങ്കിലും തന്നെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ള ചുറ്റുപാടുകളിൽ നിന്ന്. അപ്പം എൻ്റെ ഫാദർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ വളർന്നു വന്നതിന് ശേഷം ഒരു ദിവസം ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഫാദറോട് സംസാരിക്കുകയാണ്, നമുക്കിന്നൊന്ന് പുറത്തു നമുക്കൊന്ന് പോയി ഇച്ചിരി ഒന്ന് മിനിങ്ങാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഒന്ന് വെള്ളം അടിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പം ഫാദർ അന്നേരം വീട്ടിലിരിക്കുകയാണ്. ഫാദർ വന്നിട്ട് പറഞ്ഞു, ഞാൻ അത് നിർത്തി. ഞാൻ പണ്ടൊക്കെ ചെറുതായിട്ട് കുടിക്കായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ നിർത്തി. അതെന്ത് ചെയ്യുന്നു പറഞ്ഞു. എൻ്റെ ഇളയ മകൻ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ ഇപ്പോൾ പല സ്ഥലത്തും പോയി മദ്യപാനത്തിന് പ്രസംഗിക്കും, ബൈബിള് പ്രസംഗിക്കും, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനത് കഴിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി എന്നുള്ളത് ഞാനിങ്ങനെ ഡയറക്റ്റ് കേട്ടതല്ല, ഇങ്ങനെ ആക്സിഡൻ്റലി അവിടെ വന്നത് കേൾക്കാനിടയായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അതായത് നമ്മളുടെ ഇപ്പോൾ പിതാവാണെങ്കിൽ കൂടി ആ മകനിലുള്ള സന്തോഷം, എന്നാൽ മകൻ്റെ ഒരു നല്ല പ്രവൃത്തിയിലുള്ള സന്തോഷം പങ്കിടാനുള്ള അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി. അതുപോലെ എൻ്റെ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അറിയാലോ, നമ്മൾ ഈ ഒത്തിരി ഫെസിലിറ്റീസുകളുള്ള കാലഘട്ടമല്ല. ഇപ്പോൾ ബസ്സാണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ ദൂരെയൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ വരുന്നത് നോക്കി ഉമ്മറത്തിങ്ങനെ ഇരിക്കും. ഒരാൾ വരാനായിട്ട് ലേറ്റായി കഴിഞ്ഞാൽ വരുന്നത് നോക്കി ഇങ്ങനെ ഉമ്മറത്തിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാരണവശാൽ അന്ന് നമുക്കിപ്പോൾ അതുപോലെ ഫോണൊന്നുമില്ല, വീട്ടിലും ഫോണില്ല, മൊബൈൽ ഫോണൊക്കെ അടുത്ത കാലത്തല്ലേ ഉണ്ടായത്. അപ്പോൾ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ലേറ്റ് ആവാതെ വീട്ടിലെത്തണം എന്നുള്ള ഒരു മനസ്സ് നമ്മളുടെ കയ്യിൽ വരും. അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ പറയും, ഇന്ന ദിവസം ഞാൻ ഇന്ന് ഇത്ര ലേറ്റായിട്ടാണ് വരുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അമ്മച്ചിക്ക്. ഇങ്ങനെ നോക്കി നമ്മളെത്രത്തോളം ഇപ്പോൾ രാത്രി 10 മണി ആയിക്കൊള്ളട്ടെ, 11 മണി ആയിക്കൊള്ളട്ടെ, 12 മണി ആയിക്കൊള്ളട്ടെ, ആ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കും വരവും നോക്കി. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസിപ്ലിൻ വന്നിരിക്കുക. നമ്മളെ നിർബന്ധമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കിയതല്ല, നമുക്കൊരു ഡിസിപ്ലിൻ വന്നിരിക്കുന്നു. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് പൊതുവേ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചൊരു ദൈവിക ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ദൈവിക ചിന്താഗതിക്ക് പറയാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മദർ റുമാറ്റിക് ഫീവർ വന്ന് തളർന്നുപോയി. അതായത് എന്നെ പ്രസവിക്കാൻ എന്നെ 7 മാസം ഡെലിവറി ആയിരിക്കുന്ന സമയം വരെ മദർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. ഒരുപക്ഷെ മദർ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ വരെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ഉള്ളിലുള്ള കുട്ടീനെയും കൂടെ നമ്മൾ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ രണ്ടുപേരും നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് നമുക്ക് കാണുന്ന ആളെങ്കിലും രക്ഷപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി വരെ വന്നു.
പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമുണ്ടായില്ല. 7-ാം മാസം ആയപ്പോഴത്തേക്കും അമ്മച്ചി ആരോഗ്യവതിയായി. ഞാനിങ്ങനെ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ഉണ്ടായി. പക്ഷെ അന്ന് എന്നെ കാണുമ്പോൾ എപ്പോഴും എൻ്റെ ഗ്രാൻഡ് മദർ പറയുമായിരുന്നു, ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച മകനല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് അന്നത്തെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ള ഇപ്പോൾ സഹോദരികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു വയസ്സാണ് ഞാനൊരു ബൈബിൾ പരമായിട്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപക്ഷെ വീട്ടിൻ്റെ സാമ്പത്തിക അവസ്ഥ കൊണ്ടൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ ഒരു പ്രീസ്റ്റ് ആയിക്കൂടാതെന്നില്ല. ചിലപ്പോൾ അന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ അത് നടന്നില്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ ദൈവിക ലൈനിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കുറച്ച് ഒരു 7 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ സൺഡേ ക്ലാസ് എടുക്കാൻ പോകും. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ മെസ്സേജൊക്കെ അത്യാവശ്യം ബൈബിൾ മെസ്സേജൊക്കെ തരുന്നതിന് അത് പഠിക്കുന്നതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ മറ്റുള്ളവർ പഠിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ആ ജീവിത പശ്ചാത്തലങ്ങൾ. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു പ്രചോദനം തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. പിന്നെ വളർന്ന് അതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ പത്നിയായിട്ട് വന്ന മോളി എന്നാണ് പേര്. ആൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഏത് കാര്യത്തിനും വളരെയധികം പ്രോത്സാഹനം തരുന്ന ആളാണ്. എന്നെ ഒരു കാര്യത്തിലും ഇപ്പം വീട്ടുകാരോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരോടുള്ള ബന്ധത്തിലോ ഒരു ഇതിലും നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ വരികയും വീട് കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച്, ഞാൻ എവിടെയൊക്കെ ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുമിച്ച് പോകാനും ഒക്കെ ഉള്ള സന്ദർഭം ഉണ്ടായി. ഞങ്ങളിപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.